വീണ്ടും സൂപ്പർ 60യിലേക്ക് അതിഥിയിൽ നിന്ന് മറ്റൊരു അതിഥിയിലേക്കാണ് സൂപ്പർ 60 പോകുന്നത്. ഹൃദയം കീഴടക്കുന്ന പാട്ടുകളുമായി മലയാളി പ്രേക്ഷകരെ കോരിത്തരിപ്പിച്ച ഒരു സംഗീത സംവിധായകൻ, ഹൃദയത്തിൽ നിന്ന് പാടി കയ്യടി നേടിയ പാട്ടുകാരൻ, മലയാളത്തിൽ നിന്ന് മറ്റ് ഇൻഡസ്ട്രികളിലേക്കും പറന്ന് പാട്ടുകൾ ഒരുക്കി ശ്രദ്ധേയനായ ഹിഷാം അബ്ദുൽ വഹാബാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. വെൽക്കം ഹിഷാം. ഹലോ, നമസ്കാരം. ഞങ്ങളുടെ ഇൻട്രോ എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? ഹൃദയത്തിൽ നിന്ന് പാട്ടുകൾ പാടുന്ന, ഹൃദയത്തിലൂടെ പ്രേക്ഷകരെ കയ്യിലെടുത്ത്, അല്ലേ? അങ്ങനെയാണ് എല്ലാവരും പറയാറ്. ഹൃദയത്തിന്റെ പേരിൽ തന്നെയല്ലേ പറയാറ്? ഒരുപാട് പേര്. വലിയൊരു ബ്ലെസ്സിംഗ് ആണ് ഒരു സിനിമയും അതിലെ പാട്ടുകളിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുക, അതൊരു ഐഡന്റിറ്റി ആയി മാറുക എന്ന് പറയുന്ന ഒരു വലിയ ബ്ലെസ്സിംഗ് തന്നെ. അതിനുശേഷം നല്ല ഒരുപാട് പാട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്, അതിന് മുൻപും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഹൃദയം നൽകുന്ന ഒരു സ്പെഷ്യൽ ഫീലിംഗ് ആണ്, അല്ലേ? തീർച്ചയായിട്ടും. അതിപ്പോഴും അതിന്റെ ഓർമ്മകളും അതൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. ആ സിനിമയിലൂടെ അതിനുശേഷം തെലുഗുവിലേക്ക് പോയി, അവിടുന്ന് സിനിമകൾ ചെയ്തു, അവിടുത്തെ പാട്ടുകളും ഹിറ്റായി. അപ്പം ഒരു വലിയ ജേണിയാണ്. ശരിക്കും ഒരു പാൻ ഇന്ത്യൻ സംഗീത സംവിധായകൻ എന്ന് വേണമെങ്കിൽ ഹിഷാമിനെ പറയാന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? പല ഭാഷകളിൽ, എത്ര ഭാഷകളിൽ ഇപ്പോൾ? ഞാനിപ്പോ മലയാളത്തിലാണ്, മലയാളവും തെലുഗുമാണ് ഇപ്പൊ സജീവമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു മ്യൂസിക്കിന്റെ ഒരു പവറാണത്. യൂണിവേഴ്സാലിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. ഇപ്പോൾ ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള ഇതളെ നീ സ്നേഹത്തിൽ, ആ പാട്ട് ഞാൻ തെലുഗുവിൽ ചെയ്ത ഹായ് നാന എന്ന് പറഞ്ഞ സിനിമയിലെ മലയാള പരിഭാഷയിലുള്ള പാട്ടാണ്. അപ്പൊ അത് നജീമാണ് പാടിയത്. അപ്പൊ ആ പാട്ട് വളരെയധികം വൈറലായി, ഹിറ്റായി ഇവിടെ നാട്ടിൽ. അപ്പൊ അത് ഒരുപാട് സന്തോഷം. ഈ സംഗീത സംവിധാനമാണോ അതോ പാട്ട് പാടുന്നതാണോ കൂടുതൽ ഇഷ്ടം? ഞാൻ ആക്ച്വലി ബേസിക്കലി സൗണ്ട് എഞ്ചിനീയർ ആണ്. അപ്പം സൗണ്ട് എഞ്ചിനീയറിങ്ങും സിംഗിങ്ങും മ്യൂസിക് കമ്പോസിങ്ങും ഒരുമിച്ച് കൊണ്ട് നടന്ന ഒരു കാലഘട്ടം ആയിരുന്നു ജീവിതത്തില്. അതാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. ഈസി ഏതാണ്? എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു പ്രോസസ്സിനുള്ള ഒരു ഡിഫിക്കൽറ്റി ഉണ്ട്. എനിക്ക് തോന്നുന്നു മ്യൂസിക് കമ്പോസ് ചെയ്യുന്നതിന് കുറച്ചും കൂടെ ക്ഷമയും കുറച്ചും കൂടെ ഡിസിപ്ലിനും ഒക്കെ വേണം. സിംഗിങ് നമ്മൾ മറ്റൊരാൾ കമ്പോസ് ചെയ്ത ട്യൂൺ പാടി പോയി കഴിഞ്ഞാൽ അതിനോടുള്ള നമ്മുടെ കമ്മിറ്റ്മെന്റ് കഴിഞ്ഞു. പക്ഷെ കമ്പോസിംഗ് എന്ന് പറയുമ്പോൾ സിനിമ റിലീസ് അല്ലെങ്കിൽ ആ വർക്ക് തീരുന്നവരെ നമ്മൾ മുഴുനീളം അതിൻ്റെ കൂടെ ഉണ്ടാവില്ലേ? ഈ സ്പോട്ടിഫൈ ഇളക്കി മറിച്ചൊരു സംഗീത സംവിധായകനാണെന്നുള്ള പൊതു അഭിപ്രായമൊക്കെ ഉണ്ട്. ഈ ദർശന എന്നുള്ള സോങ് ഒക്കെ എത്രയോ ആളുകളിലേക്കാണ് അത് എത്തിയത്. ആ പാട്ട് നമുക്ക് പാടിയാലോ? നീ പോകും വഴിയിൽ വരം കാത്തു നിന്നു, ഒരു നോക്കു നൽകാതകന്നു നീ, ഓർക്കുന്ന നേരം കനലാണു നെഞ്ചിൽ, മറുവാക്ക് ചൊല്ലാത്തതെന്തേ, ഏതൊരാഴത്തിൽ മൂടി വെച്ചാലും അഴകേ, മനസ്സു തേടിയെത്തുന്നു നിന്റെ ഈ പുഞ്ചിരി, നീയാ മധുവേ നുകരാൻ കാത്തു ഞാൻ ദർശന, സർവം സദാ നിൻ സൗരഭം ദർശന, എൻ ജീവന സായുജ്യം ദർശന, സ്നേഹാമൃതം എന്നിലേക്കോ ദർശന. ഇപ്പൊ വർഷങ്ങൾക്ക് ശേഷം എന്നുള്ള സിനിമയിലും ഒരു പാട്ട്, ആ പാട്ടും കൂടി നമുക്കൊന്ന് പാടിയാലോ? ചിലപ്പോ സമീപകാലത്ത്. തീർച്ചയായും. അത് മ്യൂസിക് ചെയ്തത് അമൃതാണ്. വീണ്ടും വിനീതേട്ടൻ്റെ ഒരു പ്രോജക്റ്റിൽ വീണ്ടും ഭാഗമാകാൻ പറ്റിയതിൽ ഏറ്റവും വലിയ സന്തോഷം. വരികൾ കുറച്ച് എന്താ, ഞാനാളുന്ന തീയിൽ നിന്ന് നീഹാരങ്ങൾ പെയ്യുന്നുണ്ട്, മോനാഭൂത പൂവിൽ നിന്ന് തേനൂറുന്നുണ്ടേ. അങ്ങനെയാണ് എന്റെ പാട്ട്. അടിപൊളി. ഈ വിനീത് ശ്രീനിവാസനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഒരു കോംബോ, അത് ഹൃദയത്തിലാണെങ്കിലും ഹൃദയത്തിലേക്ക് ഹിഷാം എത്തിയ ഒരു കഥയുണ്ടല്ലോ. അത് വിനീതേട്ടനും എനിക്ക് തോന്നുന്നു ഒരുപാട് അഭിമുഖങ്ങളിൽ അത് പറഞ്ഞിട്ടുണ്ട്. അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നില്ലേ, അല്ലേ? ഒരു സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്ന ഒരു സമയത്താണ് വിനീതേട്ടൻ വിളിക്കുന്നതും. എന്തായിരുന്നു അതൊന്ന് പറയാം? ഞാൻ ആക്ച്വലി 2015 എൻ്റെ ആദ്യത്തെ സിനിമ ഞാൻ ചെയ്യുന്നത്. സോൾട്ട് മാംഗോ ട്രീ. രാജേഷ് നായരാണ് എനിക്ക് അവസരം തരുന്നത് സിനിമയിലേക്ക്. അതിനുശേഷം അനേകം പടങ്ങൾ ചെയ്തു. പക്ഷെ എപ്പോഴും ഞാൻ വിനീതേട്ടനോട് അവസരം ചോദിക്കാറുള്ള സമയങ്ങളുണ്ട്. അപ്പം നമ്മളെപ്പോഴും കണ്ടുമുട്ടാറുണ്ട്. ഇപ്പം തിര എന്ന് പറഞ്ഞ സിനിമയിൽ ഷാനിക്ക മ്യൂസിക് ചെയ്ത തിരയിൽ താഴ്വാരം എന്ന് പറഞ്ഞ സോങ് ഞാൻ പാടുന്ന സമയത്താണ് ആദ്യമായിട്ട് വിനീതേട്ടനെ കാണുന്നത്. ആ മൊമെൻ്റ് തൊട്ടൊരു ജേർണി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു സൂഫി ആൽബം ചെയ്തു. അതിനുശേഷം ഞാൻ കമ്പോസ് ചെയ്ത 1-2 സോങ്സ് വിനീതേട്ടനെ പാടാൻ ഞാൻ അപ്രോച്ച് ചെയ്തിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഞാനൊരു തവണ വിനീതേട്ടനോട് ചോദിക്കുന്നത്, വിനീതേട്ടൻ്റെ അല്ല, കാരണം വിനീതേട്ടനും ഷാനിക്ക എപ്പോഴും ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ, മറ്റേതെങ്കിലും സുഹൃത്തുക്കളുടെ സിനിമയിൽ ഏതെങ്കിലും ഒരു നല്ല പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ പറയണം. അതിനുശേഷമാണ്
പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വിനീതേട്ടൻ വിളിക്കുന്നതും കാണണം എന്ന് പറയുന്നതും. അപ്പോൾ അത് തീർച്ചയായിട്ടും വിനീതേട്ടനോട് തന്നെ നന്ദി പറയണം. നന്ദി പറയണം. അതെ, തീർച്ചയായിട്ടും. നിങ്ങൾ 14 പാട്ടുകൾ അല്ലേ? 14, 15 15 പാട്ട് 15 പാട്ടുകൾ ഹൃദയത്തില്. 15 പാട്ട്. അത് ശരിക്കും എങ്ങനെയായിരുന്നു നിങ്ങൾ തമ്മിൽ ഒരു ചർച്ച? ഒരു സിനിമയിൽ 15 പാട്ടുകളൊക്കെ ചെയ്യാം എന്നുള്ള നിങ്ങളുടെ ഒരു കോൺഫിഡൻസ്? ആക്ച്വലി ഈ സമയത്താണ് കോവിഡ് വന്നത്. അപ്പോൾ ഈ കോവിഡ് വന്ന സമയത്ത് കുറച്ച് ബ്രേക്ക് ഉണ്ടായിരുന്നു. ആക്ച്വലി കോവിഡ് വന്ന സമയത്ത് നമുക്ക് വീണ്ടും ഈ ഫിലിമിന്റെ കുറച്ച് ബ്രേക്ക് ഉണ്ടായിരുന്നു. പാടുമ്പോ നമുക്ക് പാടുമ്പോൾ ഇത് യൂസ് ചെയ്യാം. ഞാൻ അപ്പൊ തരാം. ഓക്കെ. പറഞ്ഞോളൂ. ഈ കോവിഡിന്റെ സമയത്ത് നമുക്കൊരു ഒരു വർഷം ബ്രേക്ക് ഉണ്ടായിരുന്നു. 6 to 8 months ബ്രേക്ക് ഉണ്ടായിരുന്നു. ഓക്കെ. ആ സമയത്ത് ആക്ച്വലി വീണ്ടും ഈ കട്ട്സ് ഞാനും വിനീതേട്ടനും കൂടി ഇരുന്ന് കാണുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് വിനീതേട്ടൻ വീണ്ടും ഉണക്കമുന്തിരി എന്ന് പറഞ്ഞ സോങ് വന്നത്, പുതിയൊരു ലോകം സോങ് വരുന്നത്. അപ്പോൾ കുറച്ച് സമയം കിട്ടി ചിന്തിക്കാനും ഇംപ്രവൈസ് ചെയ്യാനും ഒക്കെ. അങ്ങനെയാണ് ഇത്രയും പാട്ടുകൾ ഇത്രയും കമ്പോസ് ചെയ്തതിനു ശേഷമാണ് തിരിച്ചറിയുന്നത് ഇത്രയും പാട്ടുകൾ ഈ സിനിമയിൽ ഉണ്ടല്ലോ എന്നുള്ളത്. പിന്നെ ഒരുപാട് ഹിറ്റ് പാട്ടുകൾ അതിൽ നിന്ന് പറഞ്ഞു അല്ലേ? ഈ ഉണക്കമുന്തിരി പറഞ്ഞപ്പോൾ ആ ഉണക്കമുന്തിരി ഒന്ന് കേൾക്കണം. ഉണക്കമുന്തിരി പരക്ക പരക്ക മടുക്കുവോളം തിന്നോക്കിയ തേങ്ങ കൊത്തുന്നു കുറിക്ക വെറ്റേലും പാക്കും ചവയ്ക്ക പന്തല മുഴുവൻ തിരക്ക പെണ്ണും ചെക്കനും വേർക്ക കണ്ടോക്കിയ ചെക്കൻ്റെ ബത്രാസ് കണ്ടോക്കിയ കട്ടോങ്കി പെണ്ണും ചെക്കനും കെട്ടും കഴിഞ്ഞ് നടന്ന് വരുമ്പോ പാടാൻ അറിയില്ലെങ്കിലും ഈ പാട്ട് കേൾക്കുമ്പോൾ ഭയങ്കര രസമുള്ളതാണല്ലോ. പിന്നെയും അതേപോലെ ഒരുപാട് ഹിറ്റ് പാട്ടുകൾ ഹൃദയത്തിൽ നിന്ന് തന്നെ ഉണ്ടായിരുന്നല്ലോ അല്ലേ? മ്യൂസിക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലാസ്റ്റ് റിലീസായ സിനിമകളും പാട്ടുകളും ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ മ്യൂസിക് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു വലിയ റെവല്യൂഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ലിറിക്സിന്റെ കാര്യങ്ങളാണെങ്കിലും സിംഗേഴ്സിന്റെ കാര്യങ്ങളാണെങ്കിലും ഇപ്പം മ്യൂസീഷ്യൻസ് ഒരുപാട് കൊളാബറേഷൻസ് വരാൻ തുടങ്ങി. പണ്ട് സംഗീത സംവിധായകൻ, സിംഗർ, ലിറിക്സ് അങ്ങനെയാണ് വരുന്നത്. ഇന്ന് അങ്ങനെയല്ല. ഇന്നൊരു കൊളാബറേറ്റീവ് എഫേർട്ടാണ് ഇന്ന് പടങ്ങളിലാണെങ്കിലും ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിലാണെങ്കിലും വരുന്നത്. അപ്പം അതൊക്കെ ഇങ്ങനെ എന്താ പറയുക, ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ വളരെ സർപ്രൈസിംഗ് ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ക്രിയേറ്റീവായ ഒരുപാട് പാട്ടുകൾ ഉണ്ടാക്കാനുള്ള ഒരു അവസരം ഇപ്പൊ ഉണ്ടാവുന്നുണ്ട്. അതെ, തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു സിനിമകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. എസ്പെഷ്യലി മലയാളത്തിൽ ഇപ്പം ഇന്ത്യ അല്ലെങ്കിൽ വേൾഡിലും എത്തി നോക്കുന്നത് മലയാള സിനിമകളും മലയാളം ആർട്ടിസ്റ്റുകളുമാണ് ഇപ്പം ഇന്റർനാഷണൽ ലെവലിലും പോകുന്നത്. തീർച്ചയായിട്ടും ഭയങ്കര ഇംപ്രൂവൈസ്ഡ് ആവുകയാണ്. ഈ തെലുങ്കിലെ ഖുഷി എന്ന് പറയുന്ന സിനിമയിൽ ഉള്ള ഒരു പാട്ടുണ്ടല്ലോ, ഒരുപാട് എനിക്ക് മലയാളികളും ഏറ്റെടുത്തൊരു പാട്ടാണത്. അതൊന്ന് പാടാമോ? ആക്ച്വലി അതാണ് എന്റെ ഫസ്റ്റ് ഫിലിം. വിജയ് ദേവ്രോണ്ട സമാന്ത. ആരാസെ പ്യാരോ అందం తనూరు దిల్ మాంగే మోరు ఈ ప్రేమే వేరు నా రోజా నువ్వే తననన నా దిల్ సే నువ్వే తననన నా అంజలి నువ్వే తననన ദീപാങ്കനി నువ్వే తననന. ഈ സോങ് ആയിരുന്നു ഫസ്റ്റ് റിലീസ്. ഈ ഹൃദയത്തിന് ശേഷം ഇപ്പൊ ഇങ്ങനെ തെലുങ്കിലേക്ക് പോയിട്ടുള്ള അവിടെ നിന്നുള്ള ഒരു അനുഭവം എങ്ങനെയായിരുന്നു? മറ്റൊരു ഇൻഡസ്ട്രി, അവിടെ എങ്ങനെയാണ് പാട്ടിനെ ആളുകൾ സ്വീകരിക്കുന്നതും? അതൊരു ഭയങ്കര സെലിബ്രേഷൻ ആണ്. അവിടെ ഇപ്പോൾ ഒരു സോങ് റിലീസിന് തന്നെ അവിടെ എപ്പോഴും ഒരു സോങ് ഇവന്റ് ഉണ്ടാവും, ലോഞ്ച് ഇവന്റ് എന്ന് പറഞ്ഞ് വെക്കും. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻസ് ആണ്. എന്ത് മെറ്റീരിയൽ റിലീസ് ചെയ്യുന്ന സമയത്ത് ഒരു വലിയൊരു കൂട്ടം ജനങ്ങൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടാവും. എല്ലാ ഇൻഡസ്ട്രിക്കും അതിൻ്റെ പ്രത്യേകത ഉള്ള പോലെയാണ് തെലുഗു ഇൻഡസ്ട്രി. പിന്നെ ഞാനെപ്പോഴും അസസ് ചെയ്തിട്ടുള്ളൊരു കാര്യം, എല്ലാ സിനിമയും സെലിബ്രേഷനാണ് അവിടെ. എന്ത് സിനിമ റിലീസിന് മുമ്പും അവരൊരു ടീമായിട്ട് എങ്ങനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. പാട്ടുകൾക്ക് എപ്പോഴും ഒരു സ്പേസ് ഉണ്ട് സിനിമയിൽ. അത് ഇപ്പം ഒരു 4-5 പാട്ടുകൾ കുറവുള്ള സിനിമകൾ വളരെ ചുരുക്കമാണ് തെലുങ്കുവിൽ. കാരണം ആൾക്കാർക്ക് പാട്ട് വേണം അവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു സ്പേസ് ആയിരുന്നു അവിടെ. നമുക്ക് ഇത്രയും പാട്ടുകൾ ചെയ്യാൻ പറ്റി. ഇപ്പോൾ ഹായ് നാന എന്ന് പറഞ്ഞ പ്രീവിയസ്ലി റിലീസായ നാനി സാറിൻ്റെ ഫിലിമിലാണെങ്കിലും എനിക്ക് തോന്നുന്നു ഏകദേശം 8-9 പാട്ടുകളുണ്ടായിരുന്നു. അപ്പോൾ അത്രയും പാട്ടുകൾ ചെയ്യാനുള്ള സ്പേസും ആ സിനിമയ്ക്കുണ്ട്. ആ സിനിമയിൽ ഒരു പാട്ട് പാടുന്നു. ഇതളേ നീ സ്നേഹത്തിൽ വാടിത്തീരല്ലേ, വെറുതെ നിന്നോരത്തെന്നും കൂടാനോർത്തല്ലേ, നിറയെ പൂക്കുന്നേ വീണം നാനരര തരര തരരരര അകലെ തരരരര 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 ഇതളേ. കൊള്ളാം. ഇപ്പോൾ ഒരുപാട് സിനിമാ സംവിധായകരുടെ കൂടെ വർക്ക് ചെയ്തല്ലോ, അതിൽ പാട്ടിന് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നൊരു
സംവിധായകൻ ആരാന്ന് ചോദിച്ചാൽ ആരെയും പറയാം? വളരെ കുറച്ച് പ്രയാസമാണ് ആ കാര്യം ഉത്തരം പറയാൻ. ഒരു പല ഡയറക്ടേഴ്സും പല രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ വിനീതേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന പോലെ ആവില്ല ഇപ്പം തെലുങ്കുലിപ്പം ഖുഷി ഡയറക്ടർ ചെയ്ത ശിവ നിർവാന എന്ന് പറഞ്ഞ സംവിധായകനുണ്ട്, അല്ലെങ്കിൽ ഹായനാനാൻ്റെ ഡയറക്ടർ ശൗര്യ ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ മധുരം എന്ന് പറഞ്ഞ സിനിമയിൽ വർക്ക് അഹമ്മദ് കബീർ സംവിധാനം ചെയ്ത ഇപ്പോൾ പുള്ളിയാണ് കേരള ക്രൈം ഫയൽസ് എന്ന് പറഞ്ഞാൽ ഇപ്പം അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഡയറക്ടറിൻ്റെ കൂടെ അഹമ്മദിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഒരു വേറൊരു രീതിയിലുള്ളൊരു പ്രോസസ്സായിരിക്കും. എനിക്കൊന്ന് ഇപ്പം 31 റിലീസുണ്ട് ഫിലിം വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി. നാദിർഷാക്കയാണ് സംവിധാനം ചെയ്യുന്നത്. അത് വേറൊരു ഭയങ്കര ഈസി പ്രോസസ്സാണ്. പാട്ട് കമ്പോസ് ചെയ്ത് കൂടിയിരിക്കും, ഒരു 5-10 മിനിറ്റിനുള്ളിൽ നമ്മൾ സോങ് കമ്പോസ് ചെയ്ത് കഴിയും. കാരണം നാർഷ ഇക്കയും മ്യൂസീഷ്യൻ ആയതുകൊണ്ട് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഭയങ്കര സിമ്പിളാണ്. വിനീതേട്ടനും ഒപ്പം അങ്ങനെ തന്നെയാണ്. അപ്പം അത് ഓരോരോ ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. ശരിയാണ്. ഇപ്പൊ ഈ സോൾട്ട് മാംഗോ ട്രീയിലെ ഒരു പാട്ടും കൂടി പാടിയാലോ? കാറ്റും മേലഞ്ചാറ് അപ്പൂപ്പൻ താടികൾ നാട്ടിൽ പതുങ്ങി പറന്നു വന്നേ, നാട്ടിൽ പതുങ്ങി പറന്നു വന്നേ, നാട്ടിൽ പതുങ്ങി പറന്നു വന്നേ. കാട്ടിലെ കാഴ്ചകൾ കണ്ടു മടുത്തവർ നാട്ടിൻ നിളവയിൽ കൊണ്ടു നിന്നേ, നാട്ടിൻ നിളവയിൽ കൊണ്ടു നിന്നേ, നാട്ടിൻ നിളവയിൽ കൊണ്ടു നിന്നേ. കിന്നാരം ചൊല്ലുന്ന കാറ്റേ, പുന്നാരം ചൊല്ലുന്ന കുയിലേ, വാ വാ നീ. കാറ്റും മേലഞ്ചാറ് അപ്പൂപ്പൻ താടികൾ നാട്ടിൽ പതുങ്ങി പറന്നു വന്നേ, നാട്ടിൽ പതുങ്ങി പറന്നു വന്നേ, നാട്ടിൽ പതുങ്ങി പറന്നു വന്നേ. താങ്ക് യു. കൊള്ളാം. അപ്പൊ ഞങ്ങൾക്ക് ആശംസിക്കാനുള്ളത് മലയാളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ഇനിയും ഇങ്ങനെ എല്ലാ ഇൻഡസ്ട്രികളും കീഴടക്കാൻ കഴിയട്ടെ, ഇനിയും ഒരുപാട് ഹൃദയത്തിൽ നിന്ന് പാടാൻ കഴിയട്ടെ, അല്ലെ? ഹൃദയം നിറഞ്ഞ ഒരുപാട് പാട്ടുകൾ ഞങ്ങൾക്കൊക്കെ സമ്മാനിക്കൂ. ഇനിയും നന്നായി ഉഷാറായിട്ട് മുന്നോട്ട് പോകട്ടെ. താങ്ക് യു ഹിഷാം. ഹിഷാം അബ്ദുൽ വഹാബ് ആണ് സൂപ്പർ 60യിൽ നമ്മോടൊപ്പം ചേർന്നത്.